നമുക്ക് 6:2. ലാർജറിൽ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. 6:4 ആണ്. 4/2 എന്നുള്ളത് 2 ആണ്. ഇന്നത്തെ വീഡിയോ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് റേഷ്യോ. അനുപാതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും, അങ്ങനെ റേഷ്യോയിൽ 8ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ കപ്പാസിറ്റീസ് ഓഫ് 2 bottles ആർ ഇൻ ദ റേഷ്യോ 3:4. The smaller bottle was filled twice and the larger bottle was filled and emptied into a vessel. Twice the smaller and half the larger was emptied into another. What is the ratio of the quantities of water in the two vessels? Second question നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the capacities of 2 bottles are in the ratio 3:4. 3:4 എന്ന ലെവലിലാണ് അതിൻ്റെ കപ്പാസിറ്റീസ്. ദ സ്മോളർ ബോട്ടിൽ വാസ് ഫിൽഡ് ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 3 ഉള്ള, അതായത് 3:4 എന്നുള്ള ലെവലിൽ ആ 3 എന്ന് പറയുന്നതിൻ്റെ സ്മോളർ ബോട്ടിൽ. അപ്പോൾ നമുക്ക് 3:2 എന്ന് എടുക്കാൻ പറ്റും. ആൻഡ് ദ ലാർജർ ബോട്ടിൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് ഇൻ ടു എ വെസൽ. അപ്പോൾ അവിടെ 4നെ നമുക്കൊന്നും ചെയ്യണ്ട. 4 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാണ്ട് 4നെ ഒന്നും ചെയ്യണ്ട. ട്വൈസ് ദ സ്മോളർ ആൻഡ് ഹാഫ് ദ ലാർജർ വാസ് എംപ്റ്റീഡ് ഇൻ ടു അനദർ. ഇവിടെ 3 എന്ന് പറയുന്നതിൻ്റെ ഇരട്ടി എടുക്കുക. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ദ 2 vessels? അപ്പോഴത്തെ പുതിയ റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇതൊരു പ്രശ്നമല്ല, വലിയ കണക്കൊന്നുമല്ല, ചോദ്യത്തിന് കുറച്ച് നീളമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ റേഷ്യോ 3:4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ റേഷ്യോ ആണ്. അപ്പോൾ ഈ സ്മോളറിനെ ഫിൽഡ് ട്വൈസ്, അപ്പോൾ നമ്മൾ 3:2 എന്ന് എഴുതി, 4 ആണ്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ നമുക്ക് കാണാൻ വേണ്ടി 3 × 2 6:4 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റി 6 + 4 = 10 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് ട്വൈസ് ദ സ്മോളർ ആൻഡ് ഹാഫ് ദ ലാർജർ. ട്വൈസ് ദ സ്മോളർ നമ്മൾ 3:2 എന്ന് എഴുതി നമ്മൾ വെച്ചിട്ടുണ്ട്. ഹാഫ് ദ ലാർജർ എന്ന് പറയുമ്പം ലാർജർ 4 ആണല്ലോ, 4/2 = നമുക്ക് കിട്ടാവുന്ന റേഷ്യോ എന്തായിരിക്കും? 3 × 2 6 ആണ്. 4/2 എന്നുള്ളത് 2 ആണ്. 6:2 എന്നാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇവിടുത്തെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 + 2 കൂട്ടി നോക്കണം. = 8 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് 10 ആണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 8 ആണ്. അപ്പോൾ നമ്മുടെ റേഷ്യോ ഇത് 10:8 എന്നാണ് കിട്ടുക. ഇതിന് നമുക്ക് 5:4 എന്ന് എഴുതാം, ഏറ്റവും ചെറുതാക്കി എഴുതി. ഇവിടെ ഞാൻ ഒന്നുകൂടി എഴുതി, ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി എഴുതി. 3 × 2 + 4 = 10 ആണ്. 3 × 2 + 4/2. അപ്പം ഫസ്റ്റ് ആദ്യത്തേതിൻ്റെ വോളിയത്തിനെ 2 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ടോട്ടൽ വോളിയം ഇവിടെ 10 ആണ്. ഇനി വീണ്ടും ആദ്യത്തേനെ 2 കൊണ്ട് തന്നെ ഗുണിച്ചു. ഇനി രണ്ടാമത്തേതിൻ്റെ പകുതിയാണ്. അവിടെ 3 × 2 + 4/2 അത് = 8 ആണ്. ഇതാദ്യം പറഞ്ഞ കാര്യമാണ്, വീണ്ടും ഒന്നുകൂടെ എഴുതുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന 10ഉം 8ഉമാണ് ഇവിടുത്തെ വോളിയം. അപ്പോൾ 10:8. ഇതിനെ ചെറുതാക്കിയിട്ട് നമ്മൾ 5:4 എന്ന് എഴുതി. ഇനി ഇത് തന്നെ പുതിയ റേഷ്യോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് 4:7 ആണ് റേഷ്യോ. ഈ റേഷ്യോയിൽ ഇതേപോലെ വരുമ്പോൾ അടുത്ത റേഷ്യോ എന്താണ്? അതാണ് ചോദ്യം. ആ ചോദ്യം ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇൻ ദ എബോവ് പ്രോബ്ലം, വാട്ട് ഇഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ബോട്ടിൽസ് ആർ ഇൻ ദ റേഷ്യോ 4:7? നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റീസ്, അതിൻ്റെ അളവ് 4:7 എന്ന റേഷ്യോയിലാണെങ്കിൽ
ഇതേ ചോദ്യത്തിന് എന്ത് മാറ്റം വരും അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത കാര്യം, ഇവിടെ നമുക്ക് അടുത്ത റേഷ്യോ 4:7 ആണ്. കഴിഞ്ഞ കണക്ക് ചെയ്ത അതേപോലെ ചെയ്താൽ മതി, ഒരു പ്രശ്നവുമില്ല. 4:7 ആണ് റേഷ്യോ. അപ്പോൾ നമുക്ക് ടോയ്സ് ദ സ്മോളർ ആൻഡ് വൺസ് ലാർജർ വാസ് ഫിൽഡ്. ഇത് എത്ര ലിറ്റർ ആണെന്ന് കൂടെ കാണണേ. അപ്പോൾ നമുക്ക് ചെയ്യാം. ടോയ്സ് ദ സ്മോളർ 4:2 വൺസ് ദ ലാർജർ വേണമെങ്കിൽ ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ഈക്വൽ ടു നമുക്ക് 4 × 2 8:7 എന്ന് കിട്ടി. നമുക്കിത് അടുത്ത റേഷ്യോ കാണാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ കിട്ടുന്ന ടോട്ടൽ വാല്യൂ എത്രയാണ്. അപ്പം നമുക്ക് 8 + 7 ഈക്വൽ ടു 15 എന്ന് കിട്ടി. അതവിടെ വെച്ചു. ഈ 15 ഇവിടെ വെച്ചേക്കുവാണ്. റേഷ്യോ ഉണ്ടാക്കാനായില്ല. ക്വസ്റ്റ്യനിലെ റേഷ്യോ ഉണ്ടാക്കാൻ വേണ്ടി ഈ 15 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇതിൽ നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത്, അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് ടോയ്സ് ദ സ്മോളർ ആൻഡ് ഹാഫ് ദ ലാർജർ വാസ് ഫിൽഡ്. ഇപ്പോൾ ടോയ്സ് ദ സ്മോളർ നമുക്ക് 4 × 2 = 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 + ഹാഫ് ദ ലാർജർ 7 ആണെന്ന് നമുക്കറിയാം. 7/2 ഈക്വൽ ടു, ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാം. അപ്പോൾ 8 × 2 + 7, 8 × 2 16 ആണെന്നറിയാം. പ്ലസ് ഇവിടുത്തെ 16 + 7 ഓൾ ഡിവൈഡ് ബൈ നമുക്ക് ഈ 2 വേണം. ഈക്വൽ ടു 23/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത് ആദ്യത്തേത് 15 ആണ്. രണ്ടാമത്തെ നമുക്ക് 23/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് റേഷ്യോ മാത്രം കണ്ടാൽ മതി, അളവൊന്നും കാണണ്ട. അപ്പോൾ ഈ റേഷ്യോ എങ്ങനെ കാണാം? ഈ 15:23/2 ആണ്. അതിനെ ഈക്വൽ ടു നമുക്കൊരു പൂർണ്ണസംഖ്യ ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിച്ചാൽ താഴത്തെ 2 അങ്ങ് നോക്കുള്ളൂ. അപ്പോൾ 15 × 2 നമ്മൾ ഗുണിച്ചാൽ 30 എന്ന് കിട്ടും. 23/2 2 കൊണ്ട് ഗുണിച്ചാൽ 23 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റേഷ്യോ 30:23 ആണ്. ഈ 23 ഒരു പ്രൈം നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ചെറുതാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് 30:23 എന്നുള്ള റേഷ്യോ കിട്ടി. ഇവിടെ നമ്മൾ ചെയ്തത്, നമ്മൾ ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി നോക്കി പുതിയ റേഷ്യോ കാണാനാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കണക്കുകളൊക്കെ ചെയ്തതുപോലെ നമ്മൾ റേഷ്യോ ചെയ്തോ അതിൻ്റെ വാല്യൂ കാണുമോ ഒന്നും അല്ല ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ വ്യത്യാസം വരുമ്പോഴുള്ള പുതിയ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂകൾ കാണാൻ ശ്രമിക്കുന്നില്ല, പുതിയ റേഷ്യോ മാത്രം എഴുതുന്നു. നമ്മൾ 4 × 2 എന്ന് എഴുതി. 4 × 2 നമുക്ക് 8 എന്ന് കിട്ടി. പിന്നെ 7 × 1, ആ 7 നമ്മൾ കൂട്ടി. അപ്പോൾ 8 7 15 എന്നുള്ള ആദ്യത്തെ വാല്യൂ കിട്ടി. ആ മാറ്റം വന്നപ്പോൾ രണ്ടാമത് വീണ്ടും ചെയ്തത് നമ്മൾ 4 × 2 തന്നെ. ആ 8 + നമ്മൾ 7/2 കൂട്ടി. ആ 7/2 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 23/2 ആണ് കിട്ടിയത്. അപ്പോൾ ആ വാല്യൂകൾ, ആ പുതിയ കിട്ടിയ വാല്യൂകൾ തമ്മിൽ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സംശയം എന്തെങ്കിലും വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. നമുക്കൊരു റേഷ്യോ മാത്രം പുതിയ റേഷ്യോ മാത്രം കാണാനേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റേഷ്യോ കണ്ടുപിടിച്ചു, 30:23 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് 2 rectangles are in the ratio 2:3. In another rectangle whose breadth is 1 centimeter less than in another rectangle whose breadth is 1 centimeter less and length is 3 centimeters less than those of the first. This ratio is 3:4. Calculate the breadth and length of both rectangles. The breadth and length of 2 rectangles are in the ratio 2:3. ഇപ്പോൾ നമുക്ക് നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ കിട്ടി. L/B എന്ന് എഴുതാൻ വേണമെങ്കിൽ നീളവും വീതിയും തമ്മിലുള്ള 2 ചതുരങ്ങളുടെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇൻ അനദർ റെക്ടാങ്കിൾ, മറ്റൊരു ചതുരം എടുക്കുകയാണെങ്കിൽ അവിടെ
ബ്രെഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റേഴ്സ് ലെസ്. അപ്പോൾ നീളം 1 സെൻറ്റിമീറ്റർ കുറവാണ്. അതുപോലെ വീതി ബ്രെഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റേഴ്സ് ലെസ്, ലെന്ത് ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നീളം ദോസ് ഓഫ് ദ ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ റേഷ്യോയിൽ നമുക്ക് മാറ്റം വരുത്തണം. അപ്പോൾ പുതിയ റേഷ്യോ, ദിസ് റേഷ്യോ ഈസ് 3:4. കാൽക്കുലേറ്റ് ദ ബ്രെഡ്ത്ത് ആൻഡ് ലെന്ത് ഓഫ് ബോത്ത്. അപ്പോൾ നമുക്കിവിടെ ലെന്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ദ ബ്രെഡ്ത്ത് ആൻഡ് ലെന്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ആദ്യം ബ്രെഡ്ത്ത് ആണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ അതെന്തായാലും ബ്രെഡ്ത്ത് ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ 2:3 എന്ന് പറഞ്ഞിട്ട് ലെന്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണെങ്കിൽ 3:2 ആവണം. കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ബ്രെഡ്ത്ത് ആണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ b ഈസ് ഈക്വൽ ടു 2x എന്നും l ഈസ് ഈക്വൽ ടു 3x എന്നും എടുക്കാം. ഇതിൽ ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. 2:3 ആണ് റേഷ്യോ. എന്തായാലും വീതി കുറവും നീളം കൂടുതലും ആയിരിക്കും. കാരണം റെക്റ്റാങ്കിൾ എന്താ നമുക്കറിയാമല്ലോ. നീളം കൂടുതലായിരിക്കും, വീതി കുറവായിരിക്കും. അപ്പോൾ വീതിനെ നമ്മൾ b ഈസ് ഈക്വൽ 2x എന്നെടുത്തു, l ഈസ് ഈക്വൽ 3x എന്നെടുത്തു. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് പ്രത്യേകത നമുക്ക് നോക്കാം. ഇതൊരു വലിയ ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചാൽ മനസ്സിലാക്കാൻ വിഷമമുണ്ടാവും. വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കാം. ബ്രെഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ആൻഡ് ദ ലെന്ത് ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ദോസ് ഓഫ് ദ ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ നീളവീതി കുറയണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ എഴുതി വീതി 1 സെൻറ്റിമീറ്റർ കുറയണം. അപ്പോൾ ഞാൻ 2x - 1 എന്ന് എഴുതി. ഒരു പ്രശ്നമില്ലല്ലോ. 2x - 2 വീതി 1 സെൻറ്റിമീറ്റർ കുറയണം. അപ്പോൾ ആദ്യത്തെ വീതി നമുക്ക് 2x എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു. ഇനി ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട് 2x ആണ്, അല്ല സോറി 3x ആണ്. അപ്പോൾ 3x മൈനസ് അവിടെ എത്ര സെൻറ്റിമീറ്റർ കുറയണം? ഹൂസ് ബ്രെഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ആൻഡ് ലെന്ത് ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ് ലെസ്. ഇവിടെ -3 എഴുതി. പ്രത്യേകിച്ച് ഒരു ബുദ്ധി ഉപയോഗിക്കേണ്ട. ഈക്വൽ ടു. അപ്പോൾ വരുന്ന പുതിയ റേഷ്യോ നമുക്ക് 3:4 ആണ്. 3:4 എന്നവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം 3:4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ 2x - 1 3x - 3 ആണെങ്കിൽ 2x - 1 ഡിവൈഡ് ബൈ 3x - 3 എന്ന് എഴുതി ഈക്വൽ ടു 3:4നെ 3 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതി വെച്ചു. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഇങ്ങനെ 2x - 1നെ 4 കൊണ്ടും ഇതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 ഇൻറ്റു 2x - 1 ബ്രാക്കറ്റ് ഇട്ടു ഈക്വൽ ടു അവിടെയുള്ള 3 ഇൻറ്റു 3x - 3 ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ടും ഗുണിക്കുന്നു. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇതിനെ ഇങ്ങോട്ടും ഗുണിക്കണം. ഇതറിയാവുന്നതാണ്, നമ്മൾ കാണിച്ചു തന്നേ ഉള്ളൂ. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ 4 × 2 8x മൈനസ് 4 × -1 4 ഈക്വൽ ടു 3 × 3x 9x മൈനസ് 3 × 3 9. ഇവിടെ നമുക്ക് 8x - 4 ഈസ് ഈക്വൽ ടു 9x - 9 എന്ന് കിട്ടി. ഇനി ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എക്സിനെ 8x അപ്പുറത്തേക്ക് കൊണ്ടായാലും 9x ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലും അവിടെ മൈനസും ഇപ്പുറത്തും മൈനസും ഉണ്ട്, അതൊന്നും മാറില്ല. അപ്പം നോർമലി നമുക്ക് വേരിയബിളിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 8x - 9x ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന -9 അവിടെ ഉണ്ട്. -9 ഇവിടെയുള്ള -4നെ കൊണ്ടുപോകുന്നു, അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, ഈക്വൽ ടു +4 ആയിട്ട് മാറി. അപ്പോൾ 8x 9x കുറച്ചാൽ മൈനസ് ഒരു x ആയിരിക്കും നമുക്ക് കിട്ടുക, -1x. 9ൽ നിന്ന് 8 കുറച്ചാൽ
കുറച്ചിട്ട് മൈനസ് ഇട്ടാലും മതി. ഇത് മൈനസും പ്ലസും ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ അറിയാം. 8x 9x കുറയ്ക്കാൻ 8 - 9 എന്നുള്ളത് 9 നിന്ന് 8 കുറച്ചിട്ട് മൈനസ് ചേർത്താലും മതി. ഈക്വൽ ടു ഇവിടെ 9 + 4 അത് -5. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 5 - 5 ഡിവൈഡ് ബൈ -1 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയ പുതിയ ട്രയാങ്കിളുടെ റേഷ്യോ എത്രയാണ്? 3x ഉം 4x ആണ്. ഇവിടെ നമുക്ക് x കിട്ടിയിരിക്കുന്നത് x ഈക്വൽ ടു 5 ആണ്. അപ്പോൾ പുതിയ റേഷ്യോ, പുതിയ ട്രയാങ്കിളിൻ്റെ അളവുകൾ എന്തൊക്കെയായിരിക്കും? 3 × 5 ഈക്വൽ ടു 15. അതുപോലെ തന്നെ 4 × 5 ഈക്വൽ ടു 20. അപ്പോൾ സെക്കൻഡ് റെക്റ്റാങ്കിൾ L is equal to 20 എന്നും B is equal to 15 എന്നും നമുക്ക് കിട്ടും.